അഡ്വക്കേറ്റ് അവനീഷ് കോയിക്കര, നമസ്കാരം. വൈറ്റ് സൺ TV ന്യൂസിൽ നിന്നാണ്. കേൾക്കാം. ഇന്ന് അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ MLA മാസപ്പടി കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസ് കോടതിയിൽ നൽകിയിരുന്ന ഹർജി തള്ളി. എന്താണ് അങ്ങയുടെ അഭിപ്രായം? തികച്ചും സാങ്കേതികമായിട്ട് മാത്രമേ സംഭവിക്കാൻ സാധ്യതയുള്ളൂ. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പരിഗണിക്കേണ്ട കേസാണ്. അതിന് തീർച്ചയായും ജഡ്ജ്മെന്റ് കിട്ടുമ്പോൾ വളരെ കൃത്യമായിട്ട് പറയാൻ സാധിക്കും. എങ്കിൽ പോലും അത് പ്രൈമ ഫേസിയെ തള്ളേണ്ട കേസായിട്ട് തോന്നുന്നില്ല. ഇപ്പോൾ മാധ്യമങ്ങളെല്ലാം പറയുന്നു മറ്റേ വീണ വിജയൻ രക്ഷപ്പെട്ടു, മാസപ്പടി കേസ് ഇതോടെ ഇവിടെ അവസാനിച്ചു എന്നുള്ള രീതിയിൽ വ്യാപകമായൊരു പ്രചരണം നടക്കുന്നുണ്ട്. ഈ മാസപ്പടി കേസ് ഇവിടെ അവസാനിക്കുമോ? ഈ വിജിലൻസ് കോടതിയിൽ തള്ളി എന്ന് പറഞ്ഞാലും അതിനപ്പുറത്തേക്ക് മറ്റു കോടതികളിലേക്ക് ഉള്ള സാധ്യത എന്താണ്? വിജിലൻസ് കോടതിയിൽ തള്ളിയ കേസുകൾ, പല കേസുകളും അത് ഹൈക്കോടതിയും സുപ്രീം കോടതിയും അത് റിമാൻഡ് ചെയ്യുകയും അത് പരിഗണിച്ച് വീണ്ടും അന്വേഷണത്തിന് ഉത്തരവിടുകയും സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും മാസപ്പടി കേസ് ഇവിടെ അവസാനിക്കുന്നില്ല. ഇത് ഏതെങ്കിലുമൊക്കെ ഒരു ചെറിയ മിസ്റ്റേക്കോ അല്ലെങ്കിൽ വാദമുഖങ്ങൾ ഉയർത്തിയ എന്തെങ്കിലും ഇതായിട്ട് വന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കും അങ്ങനെ സംഭവിച്ചുള്ളത്. തീർച്ചയായും മാത്യു കുഴൽനാടന് ഹൈക്കോടതിയെ സമീപിക്കാം, മേൽക്കോടതിയെ സമീപിക്കാം. അവിടുന്ന് നല്ല രീതിയിൽ അന്വേഷണ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുക. ഓക്കെ, ഉറപ്പായിട്ടും മാസപ്പടി കേസ് ഇവിടെ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് അങ്ങയുടെ വാദം. വിശദീകരണം. മാസപ്പടി കേസ് ഇവിടെ അവസാനിപ്പിക്കുന്നില്ല. മുമ്പ് ലാവ്ലിൻ കേസ് ഇത്ര വർഷങ്ങൾക്ക് ശേഷം സുപ്രീം കോടതിയിൽ ഇരിക്കുകയാണ്, അവസാനിച്ചിട്ടില്ല. അതുപോലെ തന്നെ സുപ്രീം കോടതിയിലെ അന്തിമമായ ഒരു തീരുമാനം വരുന്നവരെ ഇതിന്റെ ലൈവായിട്ട് തന്നെ നിലനിൽക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഏത് കേസുകളും അങ്ങനെ തന്നെയാണ്. അത് നിശ്ചിത പീരീഡിനുള്ളിൽ അപ്പീൽ കൊടുത്തില്ല എങ്കിൽ മാത്രമേ അവസാനിക്കാൻ സാധ്യതയുള്ളൂ. അങ്ങനെ ഒരു സാധ്യത മാത്യു കുഴൽനാടന്റെ കേസിൽ ഒരിക്കലും ഉണ്ടാവാൻ സാധ്യത. അദ്ദേഹം നന്നായി തന്നെ അത് പഠിച്ചാണ് അത് അവതരിപ്പിച്ചിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം കൊടുത്തുള്ള 5 തെളിവുകൾ അപര്യാപ്തമാണ് എന്ന് കോടതിയിൽ വല്ല നിർവചനം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? സാധ്യതയില്ല. കാരണം അത്തരം തെളിവുകൾ പ്രൈമ ഫേസി തന്നെ നിലനിൽക്കുന്നതാണ് വക്കീൽമാരുടെ ഇടയിൽ തന്നെ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ ഏതെങ്കിലും മാസപ്പടി വിവാദത്തിൽ തുടർന്ന് തീർച്ചയായിട്ടും മാത്യു കുഴൽനാടൻ അത് പരിശോധിച്ച് ഹൈക്കോടതിയെ സമീപിക്കും എന്നുള്ളത് തന്നെയാണ് അങ്ങയുടെ ഒരു നിഗമനം? തീർച്ചയായും. മാത്യു കുഴൽനാടൻ സാധാരണ MLA അല്ല. മാത്യു കുഴൽനാടൻ വളരെ നല്ല രീതിയിലുള്ള പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകൻ കൂടിയാണ്. അപ്പൊ അങ്ങനെ ഒരു അഭിഭാഷകൻ, പ്രത്യേകിച്ച് ഹൈക്കോടതിയിലും മേൽക്കോടതികളിലും പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകൻ ഒരു കേസ് ഹർജി ഫയൽ ചെയ്യുമ്പോൾ തീർച്ചയായും അതിന്റെ അവസാനം എന്തായിരിക്കും എന്ന് കൂടി പഠിച്ചിട്ട് തന്നെ സ്വാഭാവികമായിട്ടും കേസ് ഫയൽ ചെയ്യുക. അപ്പൊ സ്വാഭാവികമായിട്ടും അതൊരിക്കലും നെഗറ്റീവ് ആവുന്ന ഒരു കാര്യം ഉണ്ടാക്കുന്ന മാത്യു കുഴൽനാടന്റെ ഇമേജിനെ ബാധിക്കുന്നതുകൊണ്ട് കൃത്യമായി പഠിച്ചു തന്നെയായിരിക്കും അത് ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഏകലും മാസപ്പടി കേസ് ഉന്നത കോടതികളിലേക്ക് പോകും, അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഉന്നത കോടതികളിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഒരു സംശയം വേണ്ട.